ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും തൈര് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ മുഖം നമ്മുടെ ക്ലിയറായിട്ടും അതേപോലെ അധികം പ്രായമൊക്കെ തോന്നിക്കാതെ ഇരിക്കാനുള്ള വഴികളെ കുറിച്ചിട്ട് മാത്രമാണ് കേട്ടോ. അതിലൊന്നും ചേർക്കേണ്ടതില്ല. വെറുതെ തൈര് ഒരു ടീസ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി തൈരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെപ്പോഴാണ് തേക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ എല്ലാം കഴിഞ്ഞ് മുഖമൊക്കെ നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മൾ രാത്രി ഒരു 20 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുഖത്ത് ഡെയിലി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലേ. ഇനി നമ്മൾ നൈറ്റ് പകൽ തേച്ചുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ. നൈറ്റ് തേക്കുമ്പോഴത്തെ ഗുണമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. നൈറ്റ് നമ്മൾ തേക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ഗ്ലോയിങ് ആയിരിക്കും. അതിട്ടിട്ട് മുഖത്ത് കിടക്കുന്നു വേണ്ട, ഞാൻ പറഞ്ഞുള്ളൂ 20 മിനിറ്റ് മാത്രമേ നമ്മളത് ഇടണ്ടൂ. പിന്നെ തൈരിൽ നല്ലപോലെ ലാക്റ്റിക് ആസിഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ മുഖത്തെ അഴുക്ക് കംപ്ലീറ്റ് വലിച്ചെടുക്കും കേട്ടോ. അതേപോലെ തന്നെ നല്ല ഗ്ലോയിങ് വരും ചെയ്യും. പിന്നെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം പോയി കിട്ടും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റുമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റൊക്കെ ആവില്ലേ മുഖം. അപ്പോൾ അത് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റുമെന്നാണ് അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവരത് തേക്കുകയാണെങ്കിൽ 2-3 തുള്ളി നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് തേച്ച് കൊടുത്താൽ വളരെ ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏത് സ്കിന്നുകാർക്ക് നമുക്ക് ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകിച്ച് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ആ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ പോവാനായിട്ട് നമുക്ക് ഈ തൈരിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് ഡെയിലി അങ്ങനെ സ്ക്രബ് ചെയ്യണമെന്നൊന്നുമില്ല. എപ്പോഴും നമ്മൾ മുഖത്ത് സ്ക്രബിങ് ചെയ്യണത് പൊട്ടയാണ്. നമ്മൾ പാക്ക് ഇടാം, സ്ക്രബിങ് നമുക്ക് മുഖത്ത് ഇടണത് പൊട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നമുക്കത് അങ്ങനെയുള്ളവർ അത് ഡെയിലി നമുക്കത് ഇടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെ ഈ ഭാഗത്തൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ സാധനം ഉണ്ടാവുക. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴുകി കഴിയുമ്പോൾ അത് പോയി കിട്ടും കേട്ടോ. പിന്നെ ഡെയിലി നമുക്ക് ഈ പാക്ക് ഇടാം. തൈരിൽ പ്രോട്ടീനും വൈറ്റമിനും മിനറൽസൊക്കെ നല്ലപോലെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരു ദോഷവും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് തൈര് മുഖത്ത് തേക്കാം. നമ്മുടെ കുടുംബത്തിലത്തെ ഒരു അംഗത്തെ പോലെയൊക്കെ, അടുക്കളയിലത്തെ ഒരു അംഗത്തെ പോലെയായിരിക്കും തൈര് എല്ലാ വീട്ടിലും അല്ലേ. തൈരില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ തൈര് ഡെയിലി ഇടുമ്പോൾ നമ്മുടെ മുഖം നല്ല സ്മൂത്ത് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് മാറും. പിന്നെ നമുക്കധികം പ്രായം തോന്നിക്കില്ല കേട്ടോ. അതാരും കേൾക്കണ്ട. നല്ല ഇതാണ്, നല്ലൊരു നമ്മൾക്ക് ഓരോരുത്തരെ കാണുമ്പോൾ നമ്മുടെ മുഖത്ത് കാണുമ്പോൾ അവരുടെ മുഖത്തുള്ള ഒരു ഗ്ലോയിങ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മിക്കവരും ചോദിക്കുമ്പോൾ ഞങ്ങളൊന്നും ചെയ്യണില്ല അങ്ങനെയുള്ള കൂടുതൽ പേര് പറയാറ്. എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ അതിന് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാണോ എന്താണെന്നറിയില്ല. മിക്കവരും അത് പറയാനായിട്ട് മടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ മുഖം എങ്ങനെ ചുളിവില്ലാതെയും നല്ല സോഫ്റ്റാക്കി ഇട്ടിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനൊക്കെയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. നമുക്കത് ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ട് അവർ നന്നായി കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ വിഷമമുള്ള ഒരു കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ. എനിക്ക് തന്നെ കിട്ടണമെന്ന് ഞാൻ അങ്ങനെ ഒരിക്കലും ഞാൻ ഒന്നും വിചാരിക്കാറില്ല. എനിക്ക് എന്ത് ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചോദിക്കുന്നവരോട്, അല്ലാണ്ട് എല്ലാവരോടും നിരത്തി പറയല്ല, ചോദിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഡെയിലിക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തൈരില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും തൈര്. അതൊരു ടീസ്പൂൺ മാത്രമേ നമുക്ക് വേണ്ടി വരും, അതന്നെ കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ മുഖം നല്ല ഗ്ലേസിങ് ആവും, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നമ്മുടെ മുഖത്ത് അധികം പ്രായം തോന്നിക്കില്ല. അങ്ങനെ പിന്നെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ പോവും. പിന്നെ മുഖക്കുരു വന്ന പാടുകൾ കംപ്ലീറ്റ് മാറി കിട്ടും കേട്ടോ. അത് മുഖക്കുരു വരുന്നുള്ള ഒരു പേടിയും വേണ്ട. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് തൈര് ഡെയിലി നമ്മുടെ മുഖത്ത് തേക്കാൻ. ഇനി വേറെ വീട്ടിൽ ഒരു പാക്കും ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്ന് വെച്ച് പോലും തൈര് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണ്ടെടുത്തിട്ട് ഒന്ന് മുഖത്ത് തേച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള മാറ്റം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലോട്ട് വരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒത്തിരി ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ലൈക്കാണ് നമുക്ക് പിന്നെ വരാതിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യാൻ ചിലപ്പോൾ മറന്നിട്ടായിരിക്കും. എൻ്റെ ഈ ചാനലിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ. അത് അറിയാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ. അറിഞ്ഞവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അവർക്ക് ആ വട്ടം ഞെക്കാനും മടിയാണ്. അപ്പം നമുക്ക് എന്തായാലും വ്യൂസ് കിട്ടല്ലേ വേണ്ടു. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ചാനലിലും, എൻ്റെ മാത്രമൊന്നല്ല കേട്ടോ, ഓരോരുത്തരുടെ ചാനലിലും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ചെയ്താലും ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടുകളുണ്ട് കേട്ടോ. അത് കാണുന്നവർക്ക് അത്ര നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ചെയ്യണവർക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് എടുക്കണം, അത് കഴിഞ്ഞ് എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ വരുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പിന്നെ പോസ്റ്റ് ചെയ്യണം. ഞങ്ങൾ നെറ്റൊക്കെ എത്ര പോകണമെന്നറിയോ? ഇതൊന്നും ആർക്കും ഒന്നും അറിയണ്ട. 5 മിനിറ്റ് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം പോലെയാണ്. അപ്പം ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സുകളുടെ വീഡിയോസിലൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ അവിടെ കിടക്കുമ്പോൾ അത് എന്താ പറയുക, കാണാണ്ട് വ്യൂസ് ഇല്ലാണ്ട് എത്ര കഷ്ടപ്പാടാണെന്നറിയാം അതിൻ്റെ പിന്നിലൊക്കെ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണവർ എല്ലാ കണ്ടൻറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊന്നും വരില്ല. നമ്മൾ ഇപ്പം ഞാൻ ഇടുന്നതായാലും അതെ, മറ്റുള്ളവർ ഇടുന്നതായാലും അതെ, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് വീഡിയോ കാണാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, അത് അവിടെ ഓണാക്കി വെച്ചു, അവർക്ക് അത് കിട്ടണത് കിട്ടിക്കോട്ടെ, നമ്മൾക്ക് നമ്മൾ പണികൾ വേണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചിട്ടാണല്ലോ നമ്മളിതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഒന്ന് സഹകരിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.